ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എക്സാമിലെ കുറച്ച് ബേസിക് സെറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു FPS അല്ലെങ്കിൽ ലോഡ് കൂടിയിട്ട് വരുന്ന ക്രാഷ് ഇഷ്യൂസ് ഫിക്സ് ആക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ സൗണ്ട് പ്രോബ്ലംസ് നല്ല രീതിയിൽ ഫിക്സ് ആക്കാൻ പറ്റും. സൗണ്ട് പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചില പ്ലേസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും നല്ല എക്കോയും നോയ്സും കാര്യങ്ങളും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന രീതിയിലുള്ള നോയ്സസ് കേൾക്കും. അപ്പോൾ അത് നിങ്ങളുടെ നിന്ന് വരാതിരിക്കാനുള്ള കുറച്ച് സെറ്റിങ്സ് പറയുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എൻ്റെ വീഡിയോ കാണുന്നതിൽ 87% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് നോയ്സസ് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്ലേസിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഈ റെഡിഫൈൻ കൺട്രോൾസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഈ ഒരു സെറ്റിങ്സ് ജസ്റ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. ഇത് മാൻഡേറ്ററി അല്ലാതെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഗെയിം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ഫ്രെയിം ലിമിറ്ററും വൈബ്രേഷൻ ഫീഡ്ബാക്കും മസ്റ്റായിട്ട് ഓഫ് ചെയ്തിട്ടേക്കുക. ഫ്രെയിം ലിമിറ്ററൊക്കെ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ കൂടി പറ്റത്തില്ല. പിന്നെ ഡിസ്പ്ലേ സെറ്റപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ്, ഇപ്പോൾ എനിക്ക് മാക്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഇത്ര ഹൈറ്റ് ഇടുകയാണെങ്കിൽ എനിക്ക് കളിക്കാൻ ഒരു സീന് വരുന്നില്ല. ഞാൻ ഗ്രാഫിക്സ് മോഡ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രാഷ് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻസ് ഒക്കെ കുറച്ച്, ഡ്രോ ഡിസ്റ്റൻസ് ഒക്കെ കുറച്ച്, വിഷ്വൽ എഫക്ട്സ് മാക്സിൽ നിന്ന് ഹൈലോട്ടൊക്കെ ആക്കി നോക്കാം. പിന്നെ താഴെ കാർ റിഫ്ലക്ഷൻസ് മസ്റ്റായിട്ട് ഓഫ് ചെയ്തിട്ടേക്ക്. കാർ റിഫ്ലക്ഷൻസ് ഒക്കെ ഗെയിം നല്ല ലോഡ് എടുക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു ഓഡിയോ സെറ്റപ്പ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കുക. ഓഡിയോ സെറ്റപ്പ് SFX ഒരു 20 അല്ലെങ്കിൽ 25, റേഡിയോ ഒരു 15 തൊട്ട് 20ൻ്റെ ഇടയിൽ. ഇതിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഗെയിം സൗണ്ട് എക്കോ അടിച്ച് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നത്. സോ ബാക്കി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ഹെഡ്സെറ്റ് മസ്റ്റായിട്ട് പിൻ ചെയ്തേക്കുക. ഹെഡ്സെറ്റ് പിൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വോളിയം ബട്ടൺ ഞെക്കിയിട്ട്, അതായത് നമ്മുടെ ഫോണിൽ വോളിയം അപ്പ് അല്ലെങ്കിൽ ഡൗൺ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വോളിയം ഒരു 60% അല്ലെങ്കിൽ 70% ആയിട്ട് കളിക്കാൻ നോക്കുക. അപ്പോഴേക്കും തന്നെ നിങ്ങളുടെ സൗണ്ട് പ്രോബ്ലംസ് മാക്സിമം ഫിക്സ് ആവും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സാം ലോഞ്ചറിൻ്റെ അകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സാം ലോഞ്ചറിൻ്റെ അകത്ത് സെറ്റിങ്സിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫാസ്റ്റ് കണക്ട് എന്നും ടൈം സ്റ്റാമ്പ് എന്നും പറയുന്നൊരു രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ഒരിക്കലും ഓൺ ചെയ്യരുത്. അത് കാരണം ഒരുപാട് പേർക്ക് നല്ല ക്രാഷ് ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ 90 FPS ഇടാണ്ട് 60 FPS അല്ലെങ്കിൽ 30 FPS ഇട്ട് കളിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും മോഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡിഫൈ മോഡ് എനേബിൾ ചെയ്യുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.